സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ ഡോക്ടർ പ്രഭാകരൻ വയ്യാടകൻ. ശാന്തസുന്ദരവും പ്രകൃതി രമണീയവുമായ സഹ്യൻ്റെ താഴ്വരയിലെ ആർച്ചൽ LP സ്കൂളിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ ഇന്ന് ഇവിടെ ഈ ആർച്ചൽ ഗവൺമെൻറ് LP സ്കൂളിനെ പറ്റി ഒരു ചെറിയ കവിത എഴുതിയിട്ടുണ്ട്. ആ കവിത ഒരു ആൽബം രൂപത്തിൽ ഈ യൂട്യൂബിൽ ഇവിടെ അവതരിപ്പിക്കുകയാണ്. അതിനു മുൻപായി ഈ സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ്, പ്രധാന അധ്യാപികയായ ശ്രീമതി റോജ MS നമ്മൾക്ക് സംസാരിക്കാം. അവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാം. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു വിദ്യാലയമാണ് ആർച്ചൽ ഗവൺമെൻറ് LPS. ഇന്നത്തെ ആർച്ചൽ ഗ്രാമത്തിലെ പൗരന്മാരുടെ എല്ലാം ബാല്യകാല സ്മരണകൾ നിലനിൽക്കുന്ന ഒരു വിദ്യാലയമാണിത്. ഇന്ന് വളരെയധികം അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യ എല്ലാം നമ്മുടെ ക്ലാസ് മുറികളിൽ ലഭ്യമാണ്. മലയാളം മീഡിയത്തിലെയും ഇംഗ്ലീഷ് മീഡിയത്തിലെയും ക്ലാസ്സുകൾ ഇവിടെ നടക്കുന്നു. പാഠ്യേതര വിഷയങ്ങളിലെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ മുന്നിലാണ്. സബ് ജില്ലാ തലത്തിൽ നടത്തിയിട്ടുള്ള മത്സരങ്ങളിലെല്ലാം തന്നെ മികച്ച സ്കോറുകൾ നേടാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തന്നെ ഉണ്ടെങ്കിലും നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ എണ്ണം കുറവാണ് എന്നുള്ളതൊരു വസ്തുതയാണ്. നമ്മുടെ പൊതുസമൂഹം അത് ഏറ്റെടുത്ത് നമ്മുടെ മെച്ചങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാലയത്തിൻ്റെ സൗകര്യങ്ങൾ കൂടുതൽ ഉപയോഗപ്പെടുത്തി കൂടുതൽ കുഞ്ഞുങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിലും മലയാളം മീഡിയത്തിലും അഡ്മിഷൻ എടുത്ത് നമ്മുടെ സ്കൂളിനെ കൂടുതൽ മുന്നേറ്റത്തിലേക്ക് നയിക്കണമെന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ്. നൂറ്റാണ്ടു മുമ്പുള്ളൊരാർച്ചലിന്നാലയം, അഞ്ചലിൻ ബ്ലോക്കിലെ പ്രാഥമികാലയം, സർക്കാരിൻ ലാളനമേറ്റേറ്റു നിൽപ്പതാ കൊല്ലത്തു നാടിൻ്റെ സിന്ദൂര തിലകമായി. നൂറ്റാണ്ടു മുമ്പുള്ളൊരാർച്ചലിന്നാലയം, അഞ്ചലിൻ ബ്ലോക്കിലെ പ്രാഥമികാലയം, സർക്കാരിൻ ലാളനമേറ്റേറ്റു നിൽപ്പതാ കൊല്ലത്തു നാടിൻ്റെ സിന്ദൂര തിലകമായി. കേരള മണ്ണിൻ്റെ തെന്മഴ തൂകുന്ന സഹ്യൻ്റെ താഴ്വര കുഞ്ഞുമക്കൾക്കായി കൈരളി ഭാഷയിൽ പാഠങ്ങൾ നൽകുന്ന വിദ്യാലയമേ വിജയിക്കയെന്നെന്നും. കേരള മണ്ണിൻ്റെ തെന്മഴ തൂകുന്ന സഹ്യൻ്റെ താഴ്വര കുഞ്ഞുമക്കൾക്കായി കൈരളി ഭാഷയിൽ പാഠങ്ങൾ നൽകുന്ന വിദ്യാലയമേ വിജയിക്കയെന്നെന്നും.
അഞ്ചിതൾ പൂവിലും 500 തുള്ളികൾ, നന്മതൻ തേനൂറും പുണ്യ സങ്കേതമേ. വെന്നിക്കൊടി പാറി മിന്നൽ പിണറായി, അഞ്ചല നാട്ടിൽ വിലസിക്ക നീയെന്നും. അഞ്ചിതൾ പൂവിലും 500 തുള്ളികൾ, നന്മതൻ തേനൂറും പുണ്യസങ്കേതമേ. വെന്നിക്കൊടി പാറി മിന്നൽ പിണറായി, അഞ്ചല നാട്ടിൽ വിലസിക്ക നീയെന്നും. ചുറ്റുമതിലിനകത്തളങ്ങളിൽ നിത്യം പാഠങ്ങൾ മാത്രമേ പാടുള്ളൂവെന്ന വികൽപ്പം പാഠ്യേതരങ്ങളാൽ അധ്യാപകരെന്നും മാറ്റി മറിക്കുന്ന കാഴ്ചകൾ കാണാമേ. ചുറ്റുമതിലിനകത്തളങ്ങളിൽ നിത്യം പാഠങ്ങൾ മാത്രമേ പാടുള്ളൂവെന്ന വികൽപ്പം പാഠ്യേതരങ്ങളാൽ അധ്യാപകരെന്നും മാറ്റി മറിക്കുന്ന കാഴ്ചകൾ കാണാമേ. ശബ്ദാനമല്ലാത്തോരൊഴിഞ്ഞോരിടം കാണുവാനുണ്ട് വായനശാല പ്രൗഢം. അർദ്ധസഹസ്രം അഭിമാന ശിരസ്സിനാൽ വിനമ്രയായി നിൽപ്പത വായന ദ്രവ്യങ്ങൾ. ശബ്ദാനമല്ലാത്തോരൊഴിഞ്ഞോരിടം കാണുവാനുണ്ട് വായനശാല പ്രൗഢം. അർദ്ധസഹസ്രം അഭിമാന ശിരസ്സിനാൽ വിനമ്രയായി നിൽപ്പത വായന ദ്രവ്യങ്ങൾ. ഒന്നിച്ചു പഠിച്ചങ്ങു മുന്നേറിപ്പോകുവാൻ ഒത്തൊരു കമ്പ്യൂട്ടർ കാണുന്നുണ്ടവിടം. ചുറ്റുമിരുന്നും നിലത്തുനിന്നും പറ്റമൊരു കൂട്ടർ യന്ത്രത്തിൻ മുന്നിൽ. ഒന്നിച്ചു പഠിച്ചങ്ങു മുന്നേറിപ്പോകുവാൻ ഒത്തൊരു കമ്പ്യൂട്ടർ കാണുന്നുണ്ടവിടം. ചുറ്റുമിരുന്നും നിലത്തുനിന്നും പറ്റമൊരു കൂട്ടർ യന്ത്രത്തിൻ മുന്നിൽ. ഒറ്റയ്ക്കൊരുത്തൻ മൗസിൽ രചിക്കുന്നു മായിക ലോകത്തിൻ വർണ്ണപ്രപഞ്ചം. ഒറ്റയ്ക്കൊരുത്തൻ മൗസിൽ രചിക്കുന്നു മായിക ലോകത്തിൻ വർണ്ണപ്രപഞ്ചം. പിങ്കുപൂവിൻ്റെ നന്മകളേറുന്ന വെണ്മപ്രദീപയിൽ ചാലിച്ച ഭിത്തികൾ ചുറ്റിലും ക്ലാസുമുറികൾക്കു കാവലായി നിൽപ്പത കണ്ണിമ വെട്ടാതെ കാവലാൾ രൂപത്തിൽ. പിങ്കുപൂവിൻ്റെ നന്മകളേറുന്ന വെണ്മപ്രദീപയിൽ ചാലിച്ച ഭിത്തികൾ ചുറ്റിലും ക്ലാസു മുറികൾക്കു കാവലായി നിൽപ്പത കണ്ണിമ വെട്ടാതെ കാവലാൾ രൂപത്തിൽ.
സാരസ്വത പ്രസാദത്തിൽ തിളങ്ങട്ടെ, ഉത്തുംഗപാതയിൽ മുന്നേറിപ്പോകട്ടെ, വിശ്വത്തിൻ വീതിയിൽ കുഞ്ഞു വെളിച്ചമായി ആർച്ചലിൻ വിദ്യാലയമേ ജയിക്ക നീ. സാരസ്വത പ്രസാദത്തിൽ തിളങ്ങട്ടെ, ഉത്തുംഗപാതയിൽ മുന്നേറിപ്പോകട്ടെ, വിശ്വത്തിൻ വീതിയിൽ കുഞ്ഞു വെളിച്ചമായി ആർച്ചലിൻ വിദ്യാലയമേ ജയിക്ക നീ.
അപ്പോൾ രാവിലെ എഴുന്നേൽക്കുക. എങ്കിൽ മാത്രമല്ലേ നല്ല ഉന്മേഷവും സന്തോഷവും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ. അതുപോലെ നിങ്ങളുടെ ജോലികൾ, ഹോംവർക്കുകളൊക്കെ പൂർത്തീകരിക്കാനും ഒക്കെ നിങ്ങൾക്ക് നല്ലൊരു ഉത്സാഹം ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? രാവിലെ എഴുന്നേൽക്കണം. വേറൊരു ഗുഡ് ഹാബിറ്റ് എന്താണ് മോളെ? ബ്രഷ് യുവർ ടീത്ത്. ഗുഡ്. എന്താണ്? നമ്മുടെ പല്ല് നന്നായി തേക്കണം അല്ലേ? നല്ല ശീലമാണ്. പല്ല് തേച്ചില്ലെങ്കിൽ എന്താണ്? നമ്മുടെ ശുചിത്വ ശീലങ്ങളിലുള്ള ഒരെണ്ണമാണ് പല്ലുകൾ തേക്കുക. പല്ല് തേച്ചില്ല പല്ല് അഴുക്ക് പറ്റും. പല്ല് നന്നായി തേക്കണം, അല്ലെങ്കിൽ പല്ല് കേടാകും, പല്ല് വേദന വരും, പിന്നെ ഹോസ്പിറ്റലിൽ പോകണം, നിങ്ങൾക്ക് സ്കൂളിൽ വരാൻ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലേ. അപ്പോൾ അച്ഛനെയും അമ്മയെയും സ്നേഹിക്കണം, ബഹുമാനിക്കണം, അധ്യാപകരെ ബഹുമാനിക്കണം എന്നൊക്കെ ടീച്ചർ പറഞ്ഞല്ലോ അല്ലേ മക്കളെ? അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സഹജീവികൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ചുറ്റുമുള്ള ജീവികൾ. ഏതൊക്കെ ജീവികളാ മോളെ അറിയാവുന്നത്? ഏതൊക്കെ ജീവികളുണ്ട് അറിയാവുന്നത്? ഒന്ന് പറഞ്ഞേ, ഏതൊക്കെ ജീവികളെ അറിയാം? പട്ടിയുണ്ട്. നമ്മുടെ വീട്ടിൽ പട്ടിയെ വളർത്തും അല്ലേ? അപ്പോൾ പട്ടിയെ വളർത്തും, പൂച്ചയെ വളർത്തും. അത് ആ ജീവികളെയൊക്കെ നമ്മൾ സ്നേഹിക്കണ്ടേ? അപ്പോൾ അവർക്കും നമ്മുടെ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമില്ലേ? ഉണ്ട്. അപ്പോൾ പട്ടിയെ കാണുമ്പോൾ കല്ലെടുത്തെറിയും. കോഴിയുണ്ട്, അവയ്ക്കൊക്കെ ആഹാരം കൊടുക്കണം. കിളികളില്ലേ, കിളികള് ഉണ്ട്. അപ്പൊ അവയ്ക്കെല്ലാം നമ്മൾ ആഹാരം കൊടുക്കണം. മതി, അലക്കണ്ട. അപ്പോൾ അവയ്ക്കെല്ലാം നമ്മൾ ആഹാരം കൊടുക്കണം, അവയെ നന്നായി നോക്കണം. അപ്പോൾ അങ്ങനെയുള്ള സഹജീവികളെ നമ്മൾ സ്നേഹിക്കണം. അതുപോലെ സസ്യങ്ങളൊക്കെ നമ്മൾ നട്ടു വളർത്തണ്ടേ? ചെടികൾ നട്ടു വളർത്തണം, അവയെ സംരക്ഷിക്കണം. ഇതെല്ലാം നിങ്ങൾ കുഞ്ഞുങ്ങൾ ചെയ്യേണ്ട ജോലികളാണ് അല്ലേ? മുമ്പ് സ്കൂളിൽ നിന്ന് വൃക്ഷത്തിന്റെ തൈ നിങ്ങൾക്ക് തന്നിരുന്നല്ലോ. അതെല്ലാം കൊണ്ട് നടുകയും വളർത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ സസ്യങ്ങൾ ഉണ്ടെങ്കിലേ നമുക്ക് എന്താണ്, ഇപ്പോഴത്തെ കാലത്ത് വലിയ ചൂടാണ്. ആ ചൂടിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സസ്യങ്ങളെ നട്ട് വളർത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് തണുപ്പും കാറ്റും ഒക്കെ കിട്ടുകയുള്ളൂ. പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കണം അല്ലേ? പ്രകൃതിദത്തമായ കാറ്റും വെളിച്ചവും ഒക്കെ ഉണ്ടെങ്കിലേ നമ്മുടെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാൻ പറ്റുകയുള്ളൂ. നമ്മുടെ ആരോഗ്യമല്ലേ ഏറ്റവും വലിയ സമ്പത്ത്. മറ്റെന്തിനേക്കാളും ആരോഗ്യം ഇല്ലെങ്കിൽ നമ്മൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ആരോഗ്യം സംരക്ഷിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നല്ല ആഹാരം കഴിക്കണം അല്ലേ? നല്ല ആഹാരം കഴിക്കണം. ടീച്ചർ എന്നും പറയാറുണ്ട്, ഇഷ്ടംപോലെ വെള്ളം കുടിക്കണമെന്ന് പറയത്തില്ലേ നിങ്ങളടുത്ത്? അപ്പോൾ ധാരാളം വെള്ളം കുടിക്കണം, നല്ല ആഹാരം കഴിക്കണം. എങ്ങനെയുള്ള ആഹാരമാണ് കഴിക്കേണ്ടത്? വീട്ടിൽ തയ്യാറാക്കുന്ന വീട്ടിൽ നിങ്ങൾക്ക് അമ്മ തയ്യാറാക്കുന്ന ആഹാരം കഴിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. അല്ലാതെ പുറത്തുനിന്ന് കൃത്രിമമായ ആഹാരം വാങ്ങിച്ച് കഴിക്കുന്നത് നല്ലതാണോ? അതുപോലെ ഫാസ്റ്റ് ഫുഡ് വാങ്ങി കഴിക്കുന്നത് നല്ലതാണോ? അപ്പോൾ നമ്മുടെ വീട്ടിൽ അമ്മയും നമ്മുടെ അമ്മമ്മയോ ഒക്കെ തയ്യാറാക്കുന്ന ആഹാരം കഴിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. വലിയൊരു വെള്ളച്ചാട്ടം. സാർ അതിന്റെ പടം ഒന്ന് കാണിച്ചു തരാം, ഒരു വീഡിയോ കാണിച്ചു തരാം.